ഹായ് ഫ്രണ്ട്സ്, രുദ്രാർദ്ര 2021 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ കാണുന്നത് ഞങ്ങളുടെ മാമ്പഴ ശ്രീനിളയപ്പൻ ക്ഷേത്രമാണ് കേട്ടോ. 3 കരകളുടെയും വാസനായ ഭഗവാൻ ഇണ്ടിളയപ്പന്റെ തിരുസന്നിധിയാണിത്. എന്താണ് ഇവിടുത്തെ ആൾക്കൂട്ടം എന്നാണോ നിങ്ങൾ നോക്കുന്നത്? ഇന്ന് ധനുമാസത്തിൽ തിരുവാതിരയാണ്. തിരുവാതിര നാളില് ഇവിടെ വളരെ ആഘോഷമാണ് കേട്ടോ. തിരുവാതിര പൂജയും തിരുവാതിര സദ്യയും അതുപോലെ തിരുവാതിര കളിയും ഒക്കെയാണ് ഒരു ചെറിയ ഉത്സവം എന്ന് പറയാം. ഇവിടുത്തെ ഉത്സവം മീനമാസത്തിലെ പുണർന്ന നാളാണ്. ഈ തിരുവാതിര ദിനത്തിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. എൻ്റെ ആച്ചിമോൾ ജനിച്ചതും ഈ തിരുവാതിരയുടെ അന്നാണ്. നക്ഷത്രം പുണർതമാണ്. ഈ പുണർതമായാലും എൻ്റെ ഇണ്ടിളയപ്പന്റെ നാള് പുണർതമാണ്, തിരു ഉത്സവ നാള് പുണർതമാണ്. എൻ്റെ ആച്ചു എന്ന് പറയുന്നത് എൻ്റെ ഇണ്ടിളയപ്പന്റെ എന്താ പറയുന്നത്, ഒരു സമ്മാനം തന്നെയാണ്. തകൃതിയായിട്ട് ചെണ്ടമേളം നടക്കുന്നുണ്ട് കേട്ടോ. ചെണ്ടമേളവും കെട്ടുകാളയും അതുപോലെ തന്നെ ഫ്ലോട്ടുകളും ഒക്കെ ആയിട്ട് ചെറിയൊരു ഉത്സവം തന്നെയാണ് കേട്ടോ ഇവിടെ തിരുവാതിര. ശിവരാത്രി മഹോത്സവം അതുപോലെ തന്നെയാണ്. ലക്ഷദീപം കത്തിച്ചാണ് ഇവിടെ ആഘോഷിക്കാറ്. ഏതൊരു ആഘോഷവും ഇവിടെ ഭയങ്കരമായിട്ടാണ് കൊണ്ടാടുന്നത് കേട്ടോ. ഭയങ്കര ആഘോഷമാണ്. നല്ലതുപോലെ എല്ലാവരും ചെണ്ടമേളം കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പുറത്ത് ഈ സമയത്ത് നമ്മുടെ സ്റ്റേജിൽ തകൃതിയായിട്ട് തിരുവാതിര കളി നടക്കുകയാണ്. ഒരുപാട് ആളുകൾ ഇവിടെ പങ്കെടുക്കുന്നത്. കോമ്പറ്റീഷൻ അല്ല കേട്ടോ. വ്രതം നിന്ന് ആളുകൾ തിരുവാതിര പഠിച്ചു വന്ന് പങ്കെടുക്കുകയാണ്. ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് കണ്ടോ. ഇത്രയും നമ്മുടെ ഭഗവാന്റെ ഈ ആഘോഷം, ഈ ഒരു തിരുനാളിന് ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളാണ് കേട്ടോ. ജാതി മത ഭേദമന്യേ എല്ലാവരും ഒരുപോലെ കാണും ഇവിടെ. ഒരുപാട് സ്പേസ് ഉണ്ട് ഞങ്ങൾക്കിവിടെ കണ്ടോ. ഇവിടുത്തെ ഉത്സവം വളരെ പ്രാധാന്യമുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് ഇതാണ് കെട്ടുകാള. അതിനിടയ്ക്കൂടെ ഞങ്ങളുടെ അച്ഛനൊന്ന് പാസ് ചെയ്തു പോയി. ഒരുപാട് ഐസ്ക്രീം സ്റ്റാളുകളും അതുപോലെ തന്നെ കളിപ്പാട്ടങ്ങളും ഒക്കെ ഒരുപാടുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ ഒരുപാട് വരുന്നതായതുകൊണ്ട് തന്നെ ഒരുപാട് കളിപ്പാട്ടങ്ങളും ഐസ്ക്രീമും ബലൂണും ഒക്കെ ഉണ്ട്. ഉത്സവം പോലെ തന്നെ കണ്ടോ. നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുമല്ലോ ജനങ്ങളെ. ഫ്ലോട്ടുകൾ 3 എണ്ണം ഉണ്ട് കേട്ടോ. 3 ഫ്ലോട്ട് ഉണ്ട്. അത് ഈ 3 ഫ്ലോട്ടിന്റെ കാര്യം എന്ന് പറയുന്നത് 3 കരകളാണ് ഇവിടെ ഉള്ളത്. ഏറത്തുകര, നടുക്കുന്നുകര, പടിഞ്ഞാറ്റിൻകര. ഈ 3 കരയിലെയും 3 ഫ്ലോട്ട്. അതിന് എന്ത് വിശേഷം വന്നാലും ഒരേപോലെ ഇറങ്ങും. 3 ഫ്ലോട്ടും ഒരു കെട്ടുകാളയുമാണ് വന്നത്. ഒരുപാട് ആളുകളുണ്ട്. കുഞ്ഞു കുട്ടികളൊക്കെ ഒരുപാട് അവിടെ ഓടിച്ചാടി നടക്കുന്നുണ്ട്. ജനങ്ങളെ കാണുന്നുണ്ടോ നിങ്ങൾ? ഉത്സവത്തിന് കാണുന്ന അത്രയും ജനങ്ങളില്ലേ ഇവിടെ? കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? തിരുവാതിരക്കളി തകൃതിയായിട്ട് അവിടെ നടക്കുകയാണ് കേട്ടോ. ടീമുകൾ ഓരോന്നോരോന്ന് കഴിയുന്തോറും ഓരോരോ ആളുകൾ കയറുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട്. തിരുവാതിരക്കളി നടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് തന്നെ നമ്മുടെ ഫ്ലോട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ജനങ്ങൾ അങ്ങും ഇങ്ങോട്ട് ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. നമ്മളെ അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. ട്യൂഷൻ കുട്ടികളെല്ലാവരും ഉണ്ടായിരുന്നു ഇവിടെ. ഞാൻ ഒരുപാട് കുഞ്ഞുങ്ങളെ കണ്ടു. പഠിപ്പിച്ചവരും ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരും നേരത്തെ ഞാൻ പഠിപ്പിച്ചവരെയൊക്കെ കണ്ടു. എൻ്റെ ഫ്ലോട്ടെല്ലാം വന്നു ചേർന്നു. ഫ്ലോട്ടുകളെല്ലാം ഭഗവാന്റെ തിരുമുമ്പിൽ വന്ന് കാണിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. കണ്ടോ, ഈ കാണുന്ന ഫോട്ടോ ഞാനിവിടെ കാണിച്ചേക്കുന്നത് ഇച്ചിരി പ്രായമുള്ള അമ്മമാരാണ് കേട്ടോ. അവര് തിരുവാതിര ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തു, തിരുവാതിര കളിച്ചു. ഇത് അവർക്ക് നോട്ടുമാലയൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ നോട്ടുമാലയൊക്കെ അണിഞ്ഞിട്ട് നിൽക്കുന്നതുണ്ടോ എല്ലാവരും. ഇത്രയും ജനങ്ങൾ ഈ തിരുവാതിര ആഘോഷത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഒരുപാട് പേര് തിരുവാതിര വ്രതം എടുക്കുന്നവരുണ്ട്. അവർക്ക് ഉറക്കം വരാതിരിക്കാനായിട്ട് ഈ പരിപാടി നല്ലതുപോലെ നീണ്ടു നിന്നു. ഒരുപാട് ജനങ്ങൾ ഇവിടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് എവിടെ നിന്നൊക്കെയോ വന്ന ടീമുകളൊക്കെ തിരുവാതിര കളിയിലുണ്ടായിരുന്നു. ഇത്രയും ജനങ്ങളെ നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ ആഘോഷങ്ങളിൽ ഇത്രയും ജനങ്ങൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കണം കേട്ടോ. ഞങ്ങളുടെ ഇവിടുത്തെ തിരുവാതിര ആഘോഷങ്ങളൊക്കെ ഇങ്ങനെയാണ്. ഒരുപാട് ചേച്ചിമാർ തിരുവാതിര വ്രതം എടുക്കുന്നവരുണ്ട്. അവർ ഉറങ്ങാതിരിക്കാനായിട്ട് പ്രോഗ്രാമുകളൊക്കെ വീണ്ടും സംഘടിപ്പിക്കുന്നുണ്ട്. ഏതൊരു പരിപാടി വന്നാലും വളരെ നല്ല രീതിയിലാണ് കേട്ടോ നമ്മളിവിടെ ആഘോഷിക്കുന്നത്. നിങ്ങളുടെ നാട്ടിലും ഇങ്ങനെയാണോ എന്ന് നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക.